നമസ്കാരം. കുറച്ച് ദിവസത്തേക്ക് കൂടി നമുക്ക് പുതിയ മുഖ്യമന്ത്രി എന്ന് പറയാം. ഏതായാലും പുതിയ മുഖ്യമന്ത്രി കേരളത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണം. സൈനിക മന്ത്രി ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം വിമാക്കിന്റെ ഒരു പഴയ പ്രവർത്തകൻ, ഇപ്പോൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ഏകദേശം ഒരു കിടപ്പ് രോഗി പോലെയാണ്. അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത്, ഒരു വരുമാനവുമില്ല, ഇപ്പോൾ യാതൊരു വരുമാനവുമില്ലാതെ ജീവിക്കുന്ന ഒരാൾ. 2000 രൂപയുടെ വരുമാനമുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല, സർക്കാരിന്റെ വാർദ്ധക്യകാല പെൻഷൻ. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഈ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയണം. പത്രം വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ 300 രൂപ 350 രൂപ ഒരു മാസം പത്രത്തിന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ 2000 രൂപയാണ് ആകെ വരുമാനം. അതിൽ നിന്ന് 300 350 കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്തുള്ള പത്രമിടുന്ന ആളോട് അദ്ദേഹം പറഞ്ഞു, 150 രൂപ തരാം, നിങ്ങൾ ആരെങ്കിലും വായിക്കുന്ന പത്രം അടുത്ത ദിവസമോ അതിന്റെ അടുത്ത ദിവസമോ ഒരാഴ്ചയിൽ ഒരിക്കലോ കൊണ്ട് തന്നാൽ മതി, 150 രൂപ എനിക്ക് തരാൻ പറ്റുമോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇങ്ങനെ ഇതിനേക്കാൾ മോശമായ സാഹചര്യത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ തലമുറ തീർന്നു, ഇനി അടുത്ത തലമുറയും ഇത്രയും കൊടിയ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ഇടവരരുത് എന്നുള്ളതിന് കേരളത്തിന്റെ എല്ലാ സാധ്യതയും, കേരളത്തിന്റെ എല്ലാ ജില്ലകളിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് തലസ്ഥാന ജില്ലയാണ്. അതിന്റെ സാധ്യതകൾ പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ നമ്മുടെ കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചു. 30/5 മെയ് മാസം 30-ാം തീയതി കാക്കിനാട, നമ്മുടെ കിഴക്കുവശത്തെ ആന്ധ്രാപ്രദേശിലെ കാക്കിനാട പോർട്ടിൽ നിന്ന് വെസ്റ്റ് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ സൈഡിലുള്ള കൊണാക്രിയിൽ നിന്ന് നമുക്ക് കപ്പൽ വന്നിട്ടുണ്ട്. അവിടെ പോകുന്ന ഒരു കപ്പൽ, 4000 ടൺ അരി കയറ്റി പോകുന്ന കപ്പൽ, കൊല്ലത്തിന്റെ ഏകദേശം പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ 3 ദിവസം ഓടേണ്ടി വന്നു. ആ ലൊക്കേഷനിൽ നിന്ന് കൊല്ലത്തെത്താൻ ആ കപ്പലിന് 3 ദിവസം ഓടേണ്ടി വന്നു. യന്ത്ര തകരാറും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 20 ദിവസം എടുത്തിട്ടും ഈ ആന്ധ്രാപ്രദേശത്ത് നിന്ന് തിരിച്ച കപ്പൽ കൊല്ലത്തിന് പടിഞ്ഞാറാണ് എത്തിയത്. 20 ദിവസം ഓടി. ആ കപ്പൽ ഈ കൊണാക്രി, ഈ ഗിനിയ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ, പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ 4000 ടൺ അരിയുമായിട്ട് 90 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത് യാത്ര. പത്ര റിപ്പോർട്ടാണിതെല്ലാം. 90 ദിവസം എടുക്കുന്ന ഒരു യാത്രയുടെ ഏതാണ്ട് തുടക്കമാണല്ലോ 20 ദിവസം എന്ന് പറയുമ്പോൾ. യന്ത്ര തകരാർ, ജനറേറ്ററിന്റെ പ്രശ്നമായി AC വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ആ കപ്പലിനെ ഇവിടെ ബന്ധപ്പെട്ട് അധികാരികളുടെ പെർമിഷനോടുകൂടി കപ്പലിനെ കൊല്ലം തുറമുഖത്ത് ഇപ്പോൾ അടുപ്പിച്ചിരിക്കുകയാണ്. IOL സഫയർ എന്നാണ് കപ്പലിന്റെ പേര്. ഈ സഫയർ എന്ന് പറയുന്ന കപ്പലിനെ കൊല്ലത്ത് അടുപ്പിക്കാം. കാരണം 5.7 മീറ്റർ ഡ്രാഫ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് കൊല്ലത്ത് അടുപ്പിക്കാൻ പറ്റും. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇതുപോലെ 100 കണക്കിന് എന്ന് തന്നെയാണ് പറയുന്നത്, 200 കപ്പലെങ്കിലും ഒരു ദിവസം കടന്നു പോകും. ഒരു ദിവസം ഈ കപ്പൽ തന്നെ സർവീസ് ചെയ്ത് പുറത്തിറങ്ങാൻ 10 ദിവസം മിനിമം എടുക്കും. അപ്പൊ 10 ദിവസത്തിനുള്ളിൽ എത്ര കപ്പൽ കടന്നുപോയി? 1000 കപ്പൽ. 1000 അല്ലല്ലോ, 2000 കപ്പൽ. ഇത്രയും കപ്പലുകൾ നമ്മുടെ ഇതിലെ കടന്നു പോകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി അഴീക്കലാവാം, ബേപ്പൂരാവാം, തലാപ്പാവാം, എവിടെ കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും തുറമുഖമുണ്ടോ അവിടെയൊക്കെ ഇത്തരം സർവീസ് നൽകുന്ന തരത്തിൽ നമ്മുടെ ഇവിടുന്ന് നിരവധി പേരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നിരവധി പേർ കപ്പലിലെ ഈ യന്ത്ര സംവിധാനങ്ങളിൽ മെയിന്റനൻസ് പരിചയമുള്ള നിരവധി പേരുണ്ട്. പുതിയ കമ്പനിയൊന്നും രൂപീകരിക്കണ്ട, സർക്കാർ സ്ഥാപനമൊന്നും രൂപീകരിക്കണ്ട. ഇത് PPP മോഡൽ, ഏതെങ്കിലും ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഒരു ജില്ലയിലും ഒരാളെ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അവർക്ക് ചില അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ 24 hours സർവീസ് കൊടുക്കുന്ന തരത്തിൽ അവർ റെഡിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. വെറുതെ ഇതിപ്പോ ഇവിടെ ഏജൻസിയൊക്കെ ഉള്ളതുകൊണ്ടും അവർക്ക് ഗത്യന്തരമില്ലാത്തതുകൊണ്ട്, കപ്പൽ നീങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് പാക്ക് ഷിപ്പിംഗ്, കൊല്ലത്തിലെ പാക്ക് ഷിപ്പിംഗുമായി ബന്ധപ്പെട്ട് കപ്പലിനെ കൊല്ലത്ത് കൊണ്ടുവന്നത്. ഇതുപോലെ ധാരാളം ആവശ്യങ്ങൾ നമ്മുടെ കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നാം തരം ഒരു വരുമാന മാർഗമായി, ഒന്നാം തരം ഒരു തൊഴിലവസരമായി നമ്മളിത് കണ്ടുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ്
കേരളം മുഴുവൻ ഇത്തരം സർവീസ് നൽകുന്ന തരത്തിൽ ഒരു പ്രൊജക്ട്, ഞാനിതിന്റെ കൂടുതൽ വിവരങ്ങൾ, കപ്പലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. 90 ദിവസം കൊണ്ട് എത്തുന്ന കപ്പലിന് എന്തുകൊണ്ട് ഈ അരി നമുക്ക് കണ്ടെയ്നറിൽ കയറ്റി 2 കപ്പലുണ്ട് ഇവിടുന്ന് വിശാഖപട്ടണത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് വരാൻ വേണ്ടി 74 മണിക്കൂർ 3 ദിവസവും 2 മണിക്കൂറോടെ ഇപ്പൊ കപ്പൽ വന്നു, ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോ MSC ഷിവൺ വന്നിരിക്കുന്ന 74 മണിക്കൂറുണ്ടാണ്. 3 ദിവസവും 2 മണിക്കൂറുണ്ട്. ഇത്രയും എളുപ്പത്തിൽ കപ്പൽ മാർഗങ്ങളുള്ളപ്പോൾ ഇവിടെ നിന്ന് ഈ വെസ്റ്റ് ആഫ്രിക്കയിലെ ഈ പറയുന്ന കൊണാക്രി എന്ന് പറയുന്ന പ്രദേശത്തെത്താൻ 17 ദിവസം. അപ്പൊ 17 3 20 പോട്ടെ, നമ്മുടെ ഇവിടെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഇനത്തിൽ 5 ദിവസം കൊടുത്താലും 25 ദിവസത്തിനുള്ളിൽ എത്താവുന്ന ഒരു ചരക്കാണ് 90 ദിവസം കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളതും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണെന്ന് ബഹുമാനപ്പെട്ട തുറമുഖ മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഏൽപ്പിച്ചൊന്ന് പഠിച്ച് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ 150 രൂപ കൊടുത്ത് പത്രം വാങ്ങേണ്ടി വരുന്ന ഗതികേട് അടുത്ത തലമുറയ്ക്കെങ്കിലും ഉണ്ടാകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കേരളം ഇപ്പോഴും ഒരു ഗോഡ്സ് ഓൺ കൺട്രി മാത്രമാണ്. ഈ 4000 ടൺ അരി കയറ്റിയിരിക്കുന്ന അതിന്റെ കയറ്റുമതി ഉടമസ്ഥൻ ആരാണ്? ഈ പറയുന്ന ഒരു അഡ്വാൻറ്റേജ്, ലോജിസ്റ്റിക് അഡ്വാൻറ്റേജ് അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിച്ചൊടുവിൽ മുംബൈയിലിരിക്കുന്ന ഒരു കയറ്റുമതിക്കാരന്റെ അടുത്തെത്തി. അദ്ദേഹം എന്നോട് ഉടനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്, ഇങ്ങനെ ഒരു പോർട്ടുണ്ട്, നിങ്ങളുടെ ഒരു കപ്പൽ ഇവിടെ കൊല്ലത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം ഉടനെ ചോദിക്കുന്ന മഴ വന്നോന്നാണ്, നമ്മുടെ ഇവിടെ മൺസൂൺ തുടങ്ങിയോന്നാണ് ചോദിക്കുന്നത്. കാരണം പുള്ളി ഉടനെ പറഞ്ഞു ഞങ്ങൾക്കിവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, ഭയങ്കര ചൂടാണ്, നിങ്ങൾ എന്ത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്, യു ആർ ഓൾ ലക്കി. ഇത് പറയുന്നത് നമ്മളെക്കുറിച്ച് ഇപ്പോഴും അദ്ദേഹം തുറമുഖത്തെക്കുറിച്ചോ കയറ്റുമതിയെക്കുറിച്ചോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മഴയും തണുപ്പും അതൊക്കെയാണ്. ഇപ്പോഴും കേരളത്തെ അങ്ങനെ ഒരു സംസ്ഥാനം മാത്രമായിട്ടാണ് അവരെല്ലാവരും കണ്ടുവച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാധ്യത നമ്മൾ വളരെയധികം മാർക്കറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ദേശീയ നാഷണൽ ഹൈവേ അതോറിറ്റി NHAI to add vehicle repair services on highways, making India's road trips safer and easier. കടലും കപ്പലും ഒക്കെ പോട്ടെ, അതിനെ കുറിച്ച് ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. അതൊന്നും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള വിഷയമല്ല. ഇവിടെ റോഡ് സൈഡില് വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനെ, സർവീസ് ചെയ്യുന്നതിനെ കുറിച്ച് വലിയ ഗഹനമായ ആലോചനയും പദ്ധതികളും വരണം. വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അതിന്റെ എത്രയോ ഇരട്ടി സാധ്യതയാണ് ലോകത്തിന്റെ കപ്പൽ പാത. ഇത് ഇവിടെ പറയുന്നതെല്ലാം ഇന്ത്യയുടെ ദേശീയപാതയെ കുറിച്ചാണ്, ഞങ്ങൾ സംസാരിക്കുന്നത് ലോകത്തിന്റെ ദേശീയപാതയെ കുറിച്ചാണ്. While modern highways offer faster travel, mechanical issues such as punctured tires or minor vehicle breakdowns can quickly disrupt a journey. അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഇവിടെ റോഡിലൊരു ജേർണി ഡിസ്റപ്റ്റ് ആവുന്നതിനേക്കാൾ 100 ഇരട്ടി പ്രശ്നങ്ങളാണ് കടലിലൊരു ജേർണി ഡിസ്റപ്റ്റ് ആവുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് സിംഗപ്പൂർ വിട്ടാൽ സുയസ് ഇല്ലല്ലോ. ഇപ്പോൾ ആഫ്രിക്ക പോകുന്നതിനിടയ്ക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാൽ റോഡിനേക്കാൾ പ്രാധാന്യത്തോടെ കൊടുക്കേണ്ട വിഷയമാണ്. റോഡിന് പ്രാധാന്യം കൊടുക്കേണ്ടെന്നല്ല, ഇവിടെ അതിനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ പഠിക്കണം. ഡൽഹിയിലിരിക്കുന്നവർക്ക് ഈ ഹൈവേയെ കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് കേരള ഗവൺമെന്റും കേരള സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് ഇതൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. The availability of roadside repair facilities provides an added layer of confidence. കപ്പലിലെ കപ്പിത്താനും കൊടുക്കണം, കപ്പലിന്റെ മാനേജ്മെന്റ് കമ്പനിക്കും കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ റോഡിൽ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം പ്രാധാന്യത്തോടെ കടലിൽ ഇതൊക്കെ ആവശ്യമുണ്ട്. ലെയർ ഓഫ് കോൺഫിഡൻസ് ഫോർ മോട്ടോറിസ്റ്റ് പ്ലാനിങ് ലോങ് ഡിസ്റ്റൻസ് ജേർണി. എവിടെയാണ് ലോങ് ഡിസ്റ്റൻസ് ജേർണി? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നതാണ്. അമേരിക്കയിൽ നിന്ന് ചൈന, കൊറിയ, ജപ്പാൻ, ഈ പറയുന്ന ഹൈവേ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവിടെ ഈ പറയുന്ന കപ്പലുകൾക്കുള്ള സർവീസ് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഇത് കേരളത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, കേരളത്തിന് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ അവഗണന, ഇന്നും ഈ വിഷയം ആരും ഏറ്റെടുക്കാത്തത്. ദി ഇനിഷ്യേറ്റീവ് ഓൾസോ ബെനിഫിറ്റ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾ ഓപ്പറേറ്റേഴ്സ് ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് അക്രോസ്. കപ്പലല്ല, നമ്മുടെ കണ്ടെയ്നർ മറ്റ് ചരക്കും കൊണ്ടുപോകുന്ന ലോറികൾ അത് കേടായാൽ ഹൈവേയിൽ വെച്ച് നന്നാക്കി കൊടുക്കുന്ന സംവിധാനമാണ്. വേണ്ട, ദയവേത് തെറ്റിദ്ധരിക്കേണ്ട, വേണ്ട എന്നല്ല പറയുന്നത്, അത് വേണം, നിർബന്ധമായും വേണം. പക്ഷേ
അതിനേക്കാൾ വലിയൊരു സാധ്യത അമേരിക്ക മുതൽ ജപ്പാൻ വരെ നീണ്ടു കിടക്കുന്ന ഒരു അന്തർദേശീയ പാതയും അതിലൂടെ ഒരു ദിവസം കടന്നു പോകുന്ന 200 കപ്പലുകളും അതിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിയാൽ ഞാൻ ആദ്യം പറയുന്നത് പോലെ 180 രൂപ 300 രൂപ പോലും ഒരു പത്രത്തിന് കൊടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു തലമുറ നാണം കെട്ട് ഇന്നാട്ടിൽ ജീവിക്കേണ്ടി വരില്ല. ഞാൻ ഇന്നലത്തെ സെയിലിംഗ് കമന്ററിയിൽ വന്നതിന്റെ ഒരു പ്രതികരണം, പേര് മൈ ഹാഷ് അറിയില്ല. ഐ ലിവ് ഇൻ ആന്റ്വേർപ്പ് സിറ്റി ആൻഡ് ഡ്രീമിംഗ് ഓഫ് ദ ഡേ ടു സീ എ ഡയറക്ട് ലൈൻ ഫ്രം TRV ടു ആന്റ്വേർപ്പ്, ട്രിവാൻഡ്രം ടു ആന്റ്വേർപ്പ്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കപ്പൽ നേരിട്ട് ആന്റ്വേർപ്പിലോട്ട് പോവുകയാണ്. നമ്മൾ അതിനു മുമ്പ് കൊളംബിയയിൽ എത്തിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആന്റ്വേർപ്പിൽ ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് TRVയിൽ നിന്ന്, ട്രിവാൻഡ്രത്തിൽ നിന്ന് ആന്റ്വേർപ്പിലോട്ട് ഒരു ഡയറക്റ്റ് ലൈൻ, ഒരു ഡയറക്റ്റ് കോൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം സ്വപ്നം കാണുകയാണ്. പിന്നെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവിടുത്തെ പോർട്ടിന്റെ വലിപ്പവും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ കത്ത് കാണിക്കാൻ, താല്പര്യമുള്ളവരെ കത്ത് വായിച്ചെടുക്കുക. എന്തായാലും നമ്മുടെ തുറമുഖത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന നിരവധി പേരുണ്ട്, ഇന്നും കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രി ദേവി താങ്കൾ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നത്.